ഇസ്രായേലിലെ കോടതികൾ പരിഷ്കരിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിനെതിരെ ഇപ്പോൾ തിരിച്ചടി ഏൽക്കുന്ന വിധത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് സ്ഥിതി? രശ്മ, അല്പം മുമ്പാണ് ഇസ്രായേൽ സുപ്രീം കോടതി നെതന്യാഹുവിന് വലിയ പ്രഹരമേൽപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കാരണം നേരത്തെ നമുക്കറിയാൻ സാധിക്കും, ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ നെതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങിയ ഒരു സംഭവമായിരുന്നു ഈ ജുഡീഷ്യറി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം. പക്ഷേ ഈ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ആ നിയമം പാസാക്കിയെടുക്കാൻ നെതന്യാഹു ശ്രമിച്ചു. ആ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ റദ്ദാക്കാനാണ് അല്പം മുമ്പ് ഇസ്രായേൽ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ യുദ്ധ സാഹചര്യം എല്ലാ നിലക്കും ഒറ്റപ്പെട്ടു നിൽക്കുന്ന നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരു വലിയ പ്രഹരമായിട്ട് മാറുകയാണ്. കാരണം ജുഡീഷ്യറിക്ക് മുകളിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് പല മേഖലകളിലും അവർക്ക് സ്വാധീനം കൂടുതലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള അവർക്ക് മേൽ അധികാരം സ്ഥാപിക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് അവസരം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നിയമനിർമ്മാണമായിരുന്നു ധൃതിപ്പെട്ടുകൊണ്ട് തന്നെ നെതന്യാഹു സർക്കാർ കൊണ്ടുവന്നത്. അപ്പം വലിയ പ്രതിപക്ഷം ഒരുമിച്ച് തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയും ദിവസങ്ങൾ നീണ്ടുവന്ന വലിയ പ്രക്ഷോഭങ്ങൾക്ക് അത് വഴി തുറക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ പോലും ആ പരിഷ്കരണ നടപടികളിൽ നിന്ന് അല്ലെങ്കിൽ ഈ നിയമനിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ല എന്ന ഒരു ഉറച്ച ബോധ്യത്തിലും നിലപാടിലുമായിരുന്നു നെതന്യാഹു. തുടർന്നാണ് ഒക്ടോബർ 7-ന് ഹമാസിന്റെ നിലച്ചിരിക്കാതെയുള്ള ആക്രമണം നടക്കുന്നതും തുടർന്ന് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും. ഇപ്പോൾ പോലും സൈനിക നേതൃത്വം വലിയ ശക്തമായിട്ട് നെതന്യാഹുവിനെ മാറ്റണമെന്ന അഭിപ്രായമുണ്ട്. നേരത്തെ തന്നെ മുൻ പ്രധാനമന്ത്രിമാർ പോലും പരസ്യമായി തന്നെ നെതന്യാഹുവിന്റെ കീഴിൽ ഒരു യുദ്ധം പോവുകയാണെങ്കിൽ അത് തോറ്റൊരു യുദ്ധമായിട്ട് മാറുമെന്ന അർത്ഥത്തിലുള്ള വളരെ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ അല്പം മുമ്പ് സുപ്രീം കോടതി കൂടി ആ നിയമനിർമ്മാണത്തെ അസാധുവാക്കിക്കൊണ്ട് അതിൻ്റെ പ്രധാന ഭാഗങ്ങളെ അസാധുവാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നെതന്യാഹുവിൻ്റെ പ്രതികരണവും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ തുടർ നീക്കങ്ങളും ഏറ്റവും പ്രധാനമായിട്ട് മാറുകയാണ് ഈ യുദ്ധവേളയിൽ. രശ്മ, നാസർ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഈ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ സർക്കാരിനെതിരെ അതിരൂക്ഷമായ പ്രക്ഷോഭങ്ങൾ, അതായത് രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സംഭവമായിരുന്നു ഈ വിവാദമായ ജുഡീഷ്യൽ പരിഷ്കാരങ്ങൾ നിലവിൽ വരുത്തിയത്. ഇപ്പോൾ അത് സുപ്രീം കോടതി റദ്ദാക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ അധികാര പരിധിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ? അത് ഏത് തരത്തിലാണ് ഭരണ സംവിധാനത്തെ ബാധിക്കുക? നെതന്യാഹുവിനെ അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? രശ്മത്തിൽ ഏറ്റവും പ്രധാനമായത് ഇത് വലിയ പ്രക്ഷോഭങ്ങൾ, പതിനായിരങ്ങൾ പങ്കെടുത്തിരിക്കുന്ന ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രക്ഷോഭം വന്നിട്ടും അതിൽ നിന്ന് ഒരു നിലക്കും താൻ പിറകോട്ട് പോവുകയില്ല, ആ പരിഷ്കരണങ്ങളുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അതായത് തൻ്റെ അധികാരം അരക്കിട്ടുറപ്പിക്കുക, അതിന് ഏതെങ്കിലും അർത്ഥത്തിൽ വിഘാതം വരുന്ന ജുഡീഷ്യൽ നീക്കങ്ങളെ പ്രതിരോധിക്കുക എന്നൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരുന്നു നെതന്യാഹു മുന്നോട്ട് നീങ്ങിയിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ജുഡീഷ്യറികൾക്ക്, പ്രത്യേകിച്ച് ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർക്ക് മേൽ തനിക്ക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തോതിൽ അധികാരമുണ്ടാവും. അവരുടെ നടപടികളും അവരുടെ ഉത്തരവുകൾ പോലും റദ്ദാക്കാനുള്ള അധികാരം തന്നിൽ നിക്ഷിപ്തമായിരിക്കും എന്ന അർത്ഥത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഈ നിയമത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരുന്നു. ആ നിയമത്തിലെ ഇത്തരം വ്യവസ്ഥകൾ, അതായത് ജുഡീഷ്യറിയെ താഴ്ത്തിക്കെട്ടുന്ന, അതോടൊപ്പം തന്നെ സർക്കാരിനും രാഷ്ട്രീയ നേതൃത്വത്തിനും വലിയ അപ്രമാദിത്വം നൽകുന്ന അത്തരം നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതി നിരാകരിച്ചിരിക്കുന്നത്. ഏതായാലും അത് ചെറിയ പ്രതികരണമല്ല ഉണ്ടാക്കുക. ഇത്തരം ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് യുദ്ധവേളയായതുകൊണ്ട് മാത്രം പ്രതിപക്ഷം തൽക്കാലം കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന തീർപ്പിലായിരുന്നു. പക്ഷേ ഈ ഒരു സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് വന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഭാവിയിലേക്ക് കുറെ കൂടി കടുത്ത പ്രതിഷേധ പരിപാടികളും തെരുവിലേക്ക് ഇറങ്ങുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളും പ്രതിപക്ഷം കൂട്ടായിട്ട് ആലോചിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെയാണ് സൈനിക നേതൃത്വത്തെ താഴ്ത്തിക്കെട്ടുമാറുള്ള നെതന്യാഹുവിന്റെ പ്രതികരണങ്ങൾ നേരത്തെ തന്നെ വിവാദം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് യുദ്ധകാര്യ മന്ത്രിസഭയിൽ നിന്ന് പ്രധാനപ്പെട്ട സൈനിക മേധാവി വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ ഒറ്റപ്പെടലിനെ കൂടുതൽ പൂർത്തീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ സുപ്രീം കോടതിയുടെ ഏറ്റവും അവസാനമായിട്ടുള്ള ഈ വിധിന്യായം കൂടി അവസരമൊരുക്കുന്നത്. രേഷ്മ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നെതന്യാഹു സർക്കാരിനെതിരെ കഴിഞ്ഞ വർഷം രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് കാരണമായ വിവാദ ജുഡീഷ്യൽ പരിഷ്കാരങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് MC നാസർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു യുക്തിരഹിതം എന്നാണ് ഈ റദ്ദാക്കുന്ന വേളയിൽ സുപ്രീം കോടതി ഈ ബില്ലിനെ വിശേഷിപ്പിച്ചത്.